മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. സാധാരണഗതിയിൽ നമ്മളുടെ മനസ്സിനെ സന്മനസ്സാക്കാൻ, ചിന്തകളെ സച്ചിന്തകളാക്കാൻ, കർമ്മങ്ങളെ സത്കർമ്മങ്ങളാക്കാൻ കഥകള്, അനുഭവങ്ങള്, ഉപദേശങ്ങള്, ജീവിത സത്യങ്ങള്, ഇതാണ് നമ്മുടെ പൈതൃക ഗ്രന്ഥങ്ങളിലൂടെ കൊടുക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഞാൻ നിങ്ങളെ നേരിട്ട് ഉപദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം തൻ്റെ ഉപദേശം ഇല്ലാതെ തന്നെ എനിക്ക് ജീവിക്കാൻ അറിയാം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മൾ കുട്ടികളോട് പറയാറില്ലേ, നല്ല കുട്ടികളാണെങ്കിൽ ഇങ്ങനെ വികൃതി കാണിക്കില്ല, നല്ല കുട്ടികള് സ്നേഹത്തോടുകൂടി പെരുമാറും, നല്ല കുട്ടികള് അതാത് ദിവസത്തെ ഹോംവർക്ക് ചെയ്യും. എല്ലാം തേർഡ് പാർട്ടി ആയിട്ടാണ് നമ്മൾ പറയാറുള്ളത്. തേർഡ് പാർട്ടി ആയിട്ട് പറയുമ്പോൾ നേരിട്ട് എന്നെ ഉപദേശിച്ചു എന്ന തോന്നലുണ്ടാവില്ല. നേരിട്ട് ഉപദേശിക്കുമ്പോൾ എൻ്റെ ഡിഗ്നിറ്റി അല്പം കുറയുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പുരാണങ്ങളില് പുരാണ കഥാപാത്രങ്ങൾ തമ്മില് ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് ഉപദേശം കൊടുക്കുന്നത്. ഇതിഹാസങ്ങളില് ചരിത്ര പുരുഷന്മാര് തമ്മില് ഉപദേശം കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള ഉപദേശം ഞാൻ പറഞ്ഞു. മഹാഭാരതത്തിലെ ഭീഷ്മോപദേശം പറഞ്ഞു, വിതുരോപദേശം പറഞ്ഞു, രാമായണത്തിലെ ഭരതോപദേശം പറഞ്ഞു. അതുപോലെ ഒരു ഉപദേശം കൂടിയുണ്ട്, ലക്ഷ്മണോപദേശം. ശ്രീരാമനെ കാട്ടിലേക്ക് അയക്കാൻ ദശരഥൻ തീരുമാനിച്ചു എന്ന് കൈകേയി ശ്രീരാമനോട് പറഞ്ഞപ്പോ ആ കൈകേയിയുടെ വിവരണം കേട്ട് ശ്രീരാമൻ ശാന്തനായിട്ടിരുന്നു. എങ്കിലും ലക്ഷ്മണൻ വികാര തീവ്രമായിട്ട് പ്രതികരിച്ചു. എൻ്റെ അച്ഛൻ എൻ്റെ ജ്യേഷ്ഠനായ രാമനെ 14 വർഷം കാട്ടിലേക്ക് അയക്കാൻ നിർദ്ദേശിച്ചു. എങ്കിൽ അച്ഛൻ ഇപ്പോൾ ഒരു മാനസിക രോഗിയുടെ നിലയിലെത്തിയിരിക്കുകയാണ്. ആ അച്ഛനെ ഞാൻ കാരാഗ്രഹത്തിൽ അടച്ച് വേണമെങ്കിൽ വധിച്ച് എൻ്റെ ജ്യേഷ്ഠനായ രാമനെ ആ സിംഹാസനത്തിൽ ഇരുത്തുന്നത് വരെ ഞാനിനി അടങ്ങി ഒതുങ്ങിയിരിക്കില്ല എന്ന് വികാര തീവ്രമായിട്ട് ലക്ഷ്മണൻ പറയുന്നു. ഇത് കേട്ട രാമൻ പറയുന്നു, സാധാരണഗതിയിൽ നടക്കേണ്ട കാര്യങ്ങള് പെട്ടെന്ന് അടിമുടി മാറുമ്പോൾ അതിന് പറയുന്ന പേരാണ് നിയതി, അതിന് പറയുന്ന പേരാണ് ദൈവനിശ്ചയം, അതിന് പറയുന്ന പേരാണ് ഈശ്വര നിശ്ചയം, അതിന് പറയുന്ന പേരാണ് വിധി. ആ വിധി എന്നുള്ളത് ഉല്ലംഘനീയമാണ്. എനിക്ക് യുവരാജ പദവിയിലേക്ക് നടത്തുന്ന ആ ചടങ്ങില് എൻ്റെ ശിരസിൽ ഒഴിക്കേണ്ട കലശങ്ങള്, അതിനുവേണ്ടിയാണ് ഇവിടെ എല്ലാം തയ്യാറാക്കിയിരിക്കുന്നത്. അതിലെ കലശവും ആ ചടങ്ങുകളും എന്നെ കാനന യാത്രയ്ക്കയക്കുമ്പോൾ എൻ്റെ ശിരസിൽ ഒഴിക്കാൻ പാകത്തിനുള്ളതാക്കി പ്രകൃതി മാറ്റിയെങ്കിൽ രാജസിംഹാസനത്തിലെ കലശാഭിഷേകത്തിന് പകരം കാനന യാത്രയിലേക്കുള്ള കലശാഭിഷേകമാക്കി അത് മാറിയെങ്കിൽ അത് ദൈവനിശ്ചയമാണ്, പ്രകൃതി നിശ്ചയമാണ്, ഈശ്വര നിശ്ചയമാണ്, നിയതിയാണ്, വിധിയാണ്. ലക്ഷ്മണ, അതിനെ ലംഘിക്കാൻ നിനക്ക് അവകാശമില്ല. അതാണ് നമ്മൾ പോകേണ്ട വഴിയിലൂടെ അല്ല പ്രകൃതി നമ്മളെ കൊണ്ടുപോകുന്നത്. പ്രകൃതി നിശ്ചയിച്ച വഴിയിലൂടെ നമുക്കൊരു ദൗത്യമുണ്ട് ലക്ഷ്മണ. ആ ദൗത്യം വരുമ്പോൾ വികാര തീവ്രമായിട്ടല്ല ലക്ഷ്മണ പ്രതികരിക്കേണ്ടത്, വിചാര തീവ്രമായിട്ടാണ് പ്രതികരിക്കേണ്ടത്. വികാരത്തിലൂടെ പ്രതികരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് പറഞ്ഞതും ചെയ്തതും പിന്നീടുള്ള ദുഃഖത്തിന് കാരണമാകും ലക്ഷ്മണ.
ഏത് കാര്യം ലോകത്തിൽ നടക്കുമ്പോഴും കാരണാഭാവേ കാര്യാഭാവഃ. ഒരു കാരണം അതിൻ്റെ പുറകിലില്ലാതെ ഈ ലോകത്തിൽ ഒരു കാര്യവും നടക്കുന്നില്ല. ആ കാരണം എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടായെങ്കിൽ അത് നമ്മുടേതായിട്ടുള്ള കുറവാണ്, പ്രകൃതിയുടെ കുറവല്ല ലക്ഷ്മണ. വികാര തീവ്രമായിട്ട് നീ പ്രവർത്തിക്കരുത്. അതുകൊണ്ട് ഈ ലോകത്തിലെ ഓരോ കാര്യവും ഓരോ രീതിയിൽ നടക്കുന്നതിൻ്റെ പുറകില് ഒരു പ്രകൃതിയുടെ നിശ്ചയമുണ്ടെന്ന് നീ തിരിച്ചറിയണം. ഇങ്ങനെയുള്ള വരികൾ ഉപയോഗിച്ച് ശ്രീരാമൻ ലക്ഷ്മണന് കൊടുത്ത ഉപദേശത്തിനെയാണ് ലക്ഷ്മണോപദേശം എന്ന് പറയുന്നത്. നല്ല മാനേജ്മെന്റ് പ്രിൻസിപ്പിളാണ്. അതിനകത്ത് വലുതായിട്ട് ആത്മീയതയൊന്നുമില്ല, മതവുമില്ല. നമുക്കെല്ലാവർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഈ വരികളാണ് ലക്ഷ്മണോപദേശത്തിലൂടെ ത്രേതായുഗത്തിലെ ശ്രീരാമൻ ലക്ഷ്മണന് കൊടുത്തത്. എനിക്കും നിങ്ങൾക്കുമെല്ലാം ആ ഉപദേശത്തില് വികാര തീവ്രമായിട്ടല്ല പ്രതികരിക്കേണ്ടത്, വിചാര തീവ്രമായിട്ടാണ് പ്രതികരിക്കേണ്ടത് എന്ന വരികളെല്ലാം ധന്യമായിട്ടും ഒരു കാരണവുമില്ലാതെ ഈ ലോകത്തിൽ ഒരു കാര്യവും നടക്കുന്നില്ല എന്നും പറഞ്ഞ് തുടങ്ങിയ അനവധി വാക്കുകൾ, അതിലേതാനും വാക്കുകളെങ്കിലും നമുക്ക് മാർഗദർശകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.